എല്ലാവർക്കും നമ്മുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട ദോശയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ദോശയിൽ തന്നെ ഒരു മുട്ട ദോശ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സിമ്പിള് ദോശയാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ മുട്ട ദോശയിലേക്ക് ഉപയോഗിക്കാവുന്ന നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ സബോള, തക്കാളി, പിന്നെ ഒരു ചെറിയ പച്ചമുളക് 2 വെച്ചിട്ടുണ്ട് നമ്മൾ, അത്യാവശ്യമുള്ളത് മതി. പിന്നെ മല്ലിയില, മുട്ട, ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യണത്. പിന്നെ നമുക്ക് അരച്ച് വെച്ച ദോശമാവ് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ സബോളയും തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാനുള്ള പോവാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സബോള എടുത്തിട്ട് ചെറുതാക്കി കട്ട് ചെയ്യാണ്. ചെറുതാക്കി കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ദോശയുടെ മുകളിൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ളത് കാരണം ചെറിയതായിട്ട് നമ്മൾ ഓംപ്ലേറ്റിലേക്കൊക്കെ അരിയില്ല, അതുപോലെ ചെറുതായിട്ട് അരിയുക. എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ദോശയാണ്. സാധാരണ നമ്മളെല്ലാവരും വീട്ടിലുണ്ടാക്കുന്നതാണ് ദോശ. അപ്പോൾ ഇത് നമ്മൾ പിള്ളേർക്കും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ മുട്ടയിലത് ചേർക്കണത് തന്നെ പ്രത്യേക ടേസ്റ്റാണ് ഈ സാധനം. പിള്ളേർക്കൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മളിതിൽ യൂസ് ചെയ്യണം പച്ചമുളക് ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ പച്ചമുളക് വേണ്ട, അത് നമ്മൾ ചെറുതാക്കി അരിയാണ്. അല്ലാതെ ഇതുപോലെ തന്നെ തക്കാളിയും ചെറുതായിട്ട് അരിയുക. തക്കാളി അരിയുമ്പോൾ എന്നിട്ട് തക്കാളിയിലത്തെ കുരുവില്ലേ, അത് നമുക്ക് വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അത് എടുത്ത് കളഞ്ഞിട്ട് വേണം, അല്ലെങ്കിൽ ആകെ ദോശ കുഴഞ്ഞ് നിൽക്കും. ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്യുക. അടുത്ത് നമ്മൾ തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ തന്നെ അരിയുക. അപ്പോൾ തക്കാളി വല്ലാണ്ട് പഴുത്തതാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുരു എടുത്ത് കളയാം. അപ്പോൾ അത് എടുത്ത് കളയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ദോശയിൽ ഇത് പോവും. വല്ലാണ്ടുള്ള പഴുത്തിട്ടുള്ളതൊക്കെ ആണെങ്കിൽ അതിൻ്റെ കുരു അതൊക്കെ നമ്മൾ കളയാം. അങ്ങനെ കുരു കളയാം. ചെറുതാക്കി നമ്മൾ സബോള അരിഞ്ഞ പോലെ തന്നെ ചെറുതാക്കി അരിയാം. ഏകദേശം ഇപ്പോൾ നമുക്ക് ആ ദോശ ഉണ്ടാക്കണതിൻ്റെ അളവിനനുസരിച്ച് മതി. ഇതിപ്പോൾ നമ്മൾ ഈ ദോശയുടെ കൂടെ നമ്മളൊരു ചട്നിയും ഒരു ചമ്മന്തിയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് തക്കാളിയും സബോളയും നമുക്ക് വേണം. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ട് അരിയണത് കേട്ടോ. അത് അധികമൊന്നും വേണ്ട, നമ്മൾ സാധാരണ ഓംപ്ലേറ്റിക്ക് അരിയണ പോലെ കുറച്ച് ആവശ്യമുള്ളൂ. ഇനി പച്ചമുളക് എടുത്തിട്ട് ചെറുതാക്കി നുറുക്കുക. ഈ സൈഡിലേക്ക് തന്നെ അതൊക്കെ ഒതുക്കി വയ്ക്കുക. നമുക്ക് മല്ലിയില എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെറുതാക്കി അരിയുക. അപ്പോൾ നമ്മൾ മുട്ട ദോശയ്ക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ദോശമാവ് വീക്കും പാട്
ഒരു മുട്ട പൊട്ടിച്ച് അതിൽ ഉപ്പ് ചേർത്ത് നമ്മൾ ബീറ്റ് ചെയ്ത് കൂടെ എടുത്ത് വെക്കണം. അപ്പോൾ ആ ദോശ നമ്മളിതിൽ പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യോടെ ആ ദോശയുടെ മുകളിൽ മുട്ട പൊട്ടിച്ച് അടിച്ചു വെച്ചിട്ടുള്ളത് നമ്മളിതിൽ വീത്തിയിട്ടാണ് ഈ സാധനം സെറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു മുട്ട എടുത്തിട്ട് ഈ ഗ്ലാസ്സിലേക്ക് പതുക്കെ പൊട്ടിച്ച് വീത്തിട്ട് അടിക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. നമ്മൾ ബീറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ നമുക്ക് അരച്ച് വെച്ച ദോശമാവ് ഇതിലേക്ക് വീട്ടിയിട്ട് മുട്ട ദോശര ഇതങ്ങോട്ട് ചെയ്യാം. ദോശ ചെറുതായിട്ടൊന്ന് മൊരിയുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ടൊന്ന് വേവിൻ്റെ ഇതാകുമ്പോൾ മുട്ട നമ്മൾ അടിച്ചു വെച്ച മുട്ട ഇതിൻ്റെ മുകളിൽ നമ്മൾ ബീറ്റ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇനിയാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഇടാൻ പോകുന്നത്. ആദ്യം നമുക്ക് കുറച്ച് തക്കാളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് സബോള, പിന്നെ പച്ചമുളക്. കുട്ടികൾക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ പച്ചമുളകിൻ്റെ ആവശ്യമില്ല. പിന്നെ കുറച്ച് മല്ലിയില. ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ് ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം മുകളിലത്തെ മുട്ട ഒന്ന് നമ്മുടെ വെന്ത് കഴിയുമ്പോൾ അതൊക്കെ ഒരു കയ്യിലെടുത്തിട്ട് ഒന്ന് മറച്ചിട്ടാന്നാണ്. നമ്മളെ മുട്ട ദോശ ശരിയായിട്ടുണ്ട്. നമ്മുടെ മുട്ട ദോശ ശരിയായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോണത് എന്താ വെച്ചാൽ ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോണത്, തക്കാളിയും സബോളയും വെച്ചിട്ട്. അപ്പോൾ നമുക്കതിന് ചെയ്യാം. ആദ്യം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കാം. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന സബോളയും തക്കാളിയും ഉണ്ട്, അതിലേക്ക് സബോള ഇടണം. അപ്പോൾ നമ്മുടെ ഈ സബോള കുറച്ചൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1.5-2 ചെറിയ സ്പൂൺ മുളക് പൊടിയാണ് ഇടേണ്ടത്. മുളക് പൊടിയുടെ ചെറുതായിട്ടൊന്ന് ആ ഒരു പച്ചക്കുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞാൽ മതി. മൊരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് ഈ തക്കാളി ജസ്റ്റ് ആഡ് ചെയ്യുക. തക്കാളി ആഡ് ചെയ്തൊന്ന് ജസ്റ്റ് ഒരൊറ്റ മിനിറ്റ് വെച്ച് അതൊന്ന് ആക്കി കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മളിത് ചൂടാറിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കി നമ്മളെ ചമ്മന്തിയൊക്കെ എടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇത് ഏകദേശം ചെറുതായിട്ടൊന്ന് വാടിയിട്ട് അപ്പം ഇതിലേക്ക് നമ്മുടെ മുളക് പൊടി ഇടാണ്. ഇത്ര നേരം മതി. പിന്നെ ഇതിലേക്ക് ഇനി നമ്മുടെ
തക്കാളി ആഡ് ചെയ്യാണ്. അപ്പോൾ ആ തക്കാളി ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഇത് ചൂടാറിയതിന് ശേഷം നമ്മൾ മിക്സിയിലടിച്ച് ചമ്മന്തിയാക്കാണ്. ഏകദേശം ആയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ മിക്സിയിലടിക്കുമ്പോൾ പുളി രസം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് നമ്മുടെ കോൽപ്പുളിയില്ലേ, സാധാരണ പുളി, ആ പുളി ഇതിൽ ആഡ് ചെയ്യുക. കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ട് അടിച്ച് ചമ്മന്തി രൂപത്തിലാക്കുക. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ജാറിൽ നിന്ന് എടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ടീസ്പൂൺ കൊണ്ട് നടക്കാം. ഞാൻ അത് കാണിച്ചു തരാം. സബോളയും തക്കാളിയും മുളക് പൊടിയും കൂടിയുള്ള സാധനം മിക്സിയിലടിച്ച് ചമ്മന്തി പോലെ നമ്മൾ പേസ്റ്റാക്കി. ഇനി ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. എന്നിട്ട് ടീസ്പൂൺ കൊണ്ട് ഇളക്കി മിക്സാക്കുക. ഇത് നല്ലൊരു ചമ്മന്തിയാണ്, പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമാവും. നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ്. കഴിച്ചു നോക്കാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ചമ്മന്തി ശരിയായിട്ട് നമ്മൾ ഇനി അടുത്തത് ആ ദോശയിലേക്ക് പറഞ്ഞ പോലെ നമ്മളൊരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ചട്നി നമ്മുടെ നാളികേരത്തിൽ പൊട്ടുകടല മിക്സ് ചെയ്ത് അരച്ച ഒരു ചട്നിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെ പറ്റി പരിചയപ്പെടുത്താൻ പോവാണ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ: ഒരു മുറി നാളികേരം ചിരകി വെച്ചത്, പിന്നെ ഒരു സ്പൂൺ പൊട്ടുകടല, പിന്നെ ആവശ്യത്തിന് കടുക്, ഒരു നുള്ള് ഉഴുന്നും പരിപ്പ്, ഒരു 4 പച്ചമുളക് കീറിയത് മുറിച്ചിട്ടത്, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് വേപ്പിൻ്റെ ഇല, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 ചുവന്നുള്ളി, ഒരു 2-3 വെളുത്തുള്ളി ചെറുത് സെൻറ്ററായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത്, ഉപ്പ്. ഇതാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ജസ്റ്റ് ചൂടാവുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. ചൂടാകുമ്പോൾ ഒരു നുള്ള് കടുകിടുക. അതൊന്ന് പൊട്ടുമ്പോൾ നമ്മൾ അതിലേക്ക് ഈ പച്ചമുളകും നമ്മുടെ ഈ മിശ്രിതങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആ സാധനങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഉഴുന്നും പരിപ്പ് ഇതിലേക്ക് ഇടാം. ആ ഒരു സ്പൂൺ പറഞ്ഞത്. കടുക് പൊട്ടി തുടങ്ങി. പിന്നെ ഇതിലേക്ക് നമ്മൾ പറഞ്ഞ പോലെ കടുക് ഏകദേശം പൊട്ടി. അപ്പോൾ നമുക്കിനി അതിലേക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഗ്യാസ് ഇത്തിരി കുറച്ച് വെച്ചോ, പിന്നെ ഇഞ്ചി, ചുവന്നുള്ളി, പിന്നെ കുറച്ച് മല്ലിയില അത് ആഡ് ചെയ്ത് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇതിലിടാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടുമ്പോൾ നമ്മളിതിലേക്ക് നാളികേരം ഇതാണ് ചെയ്യുന്നത്. ചെറുതായിട്ട് ഇത് വാടിയുണ്ട്. നമ്മുടെ ആ ഉഴുന്നും പരിപ്പ് കരിയാൻ പാടില്ല. അപ്പോൾ അത് ഇതിലേക്ക് നമ്മൾക്കിനി നാളികേരം ഇടാം. നാളികേരം ജസ്റ്റ് ഒന്ന് ആ പച്ചക്കുത്തില്ലേ, നാളികേരത്തിൻ്റെ ഒരു ചെറിയൊരു കുത്തില്, അതായത് പച്ചക്ക് ആവാണ്ടിരിക്കാൻ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ നിർത്താം. ഗ്യാസ് ഓഫാക്കാം. നമുക്ക് ഏകദേശം അതിൻ്റെ ഇത് ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് അടിച്ച്
നമുക്കിത് ചട്നി ആക്കണം. എന്നിട്ട് ചട്നി ആക്കിയതിന് ശേഷം നമുക്കത് ആക്കുമ്പോൾ ഈ പൊട്ടുകടല അതിൽ മിക്സ് ചെയ്യണം അരയ്ക്കുമ്പോൾ. അതിന് ശേഷം നമ്മൾ കടുക് കാച്ചാനാണ് പോണത്. ഇതിൽ നമ്മൾ ആ നേരത്തെ ഇതാക്കിയ നാളികേരം നമ്മൾ മിക്സിയിലിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കടുക് കാച്ചാണ് ചെയ്യാൻ പോണത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നമുക്ക് കടുക് കാച്ചാം. ഇനി അതിലേക്ക് നമ്മൾ അവിടെ ബാക്കി വെച്ച കടുകിടാം. കടുകൊന്ന് പൊട്ടി ഇതാവുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി കുറച്ച് വേപ്പിൻ്റെ ഇലയിട്ട് ഈ അരച്ച് വെച്ച ചട്നി നമുക്കതിലേക്ക് ഒഴിക്കാം. കടുക് പൊട്ടി അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിതിലേക്ക് വെച്ചിട്ടുള്ള ചട്നി ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ചട്നിയും നമ്മളെ റെഡിയാക്കി വെച്ചിട്ടുള്ള ചമ്മന്തിയും കൂട്ടി ആ ദോശ ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ചട്നിയും ചമ്മന്തിയും കൂട്ടി നമ്മുടെ മുട്ട ദോശ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു കഷ്ണം പൊട്ടിച്ച് ഞാൻ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ആദ്യം കുറച്ച് ചമ്മന്തി ടേസ്റ്റ് ആയിട്ട് പിന്നെ നമ്മുടെ ചട്നിയിൽ കുഴപ്പമില്ല, രണ്ടും നന്നായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലിരിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു ദോശയാവും. അപ്പോൾ കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ.